കേട്ടറിയുമ്പോ അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. വേഗം തന്നെ കൈലാസത്തിന്റെ 10 മാനമെന്ന വെള്ളി തകലടിച്ച പൊന്നുമ്പോൾ പടിയോട് ദൂരം ചെന്നു. അങ്ങനെ പറഞ്ഞു നോക്കുന്ന നേരത്ത് 10,336 മക്കളെ കണ്ടറിയുന്ന നേരത്ത് അച്ഛൻ പരമേശ്വരനും ചോദിച്ചു, എന്തിനെ കൊണ്ട് മക്കളെ, ഏതിനെ കൊണ്ട് മക്കളെ ഇവിടെ വന്നോള, കാര്യം എന്തെന്ന് കേൾക്കട്ടെ. ആയതിനെ കേട്ടറിയുമ്പോ അന്നേരം മുക്കേലും മുടുക്കം പിറന്നോള. അസുരാകുലമുഷമായ പറഞ്ഞു, കേട്ടുകൊണ്ടാലും അച്ഛ പരമേശ്വര ഭഗവാൻ ഞങ്ങൾക്ക് 7 മേഖലാണ്ടെന്ന ഇളം വയസ്സുകാലപ്രായമായി. ആയതിനെ കൊണ്ട് അച്ഛൻ പരമേശ്വരൻ ഞങ്ങൾക്ക് വേണ്ടുന്ന കുറഞ്ഞോരും മൂലം ഊണൂട്ടും പൂജ മണിയില്ലങ്ങളൊക്കെ ഒന്ന് കൽപ്പിച്ചു തന്നേ മതിയായുള്ളൂ. ആയതിനെ കേട്ടറിഞ്ഞു കൂടിവാക പെണ്ണിന്റെ ആരോപണുണ്ട് മക്കളോടും ചോദിച്ചു, കേട്ടുകൊണ്ടാലും മക്കളെ, നിങ്ങൾക്കായിരിക്കുന്ന വേഗം തന്നെ മണിയില്ലങ്ങളൊക്കെ കൽപ്പിക്കണമെന്ന് വന്നാല് ഭൂമിലോകത്തോ ആദിശ്രീ കൈലാസത്തോ ദേവലോകത്തോ ബ്രഹ്മലോകത്തോ വേണമെന്ന് ചോദിക്കുമ്പോ അന്നേരം ആരോപണം മക്കളും പറഞ്ഞു, ചെറുകുടിയാൻ മനുഷ്യരുടെ ഭൂമിലോകത്ത് ഞങ്ങൾക്ക് വേഗം തന്നെ മടിയില്ലെങ്കിലൊന്ന് കൽപ്പിച്ചു തന്നേ മതിയായുള്ളൂ. അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. ഓരോരോ മക്കൾക്ക് ഓരോരോ മണിയില്ലങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. കൊങ്ങനാടുകുടുംബാറ വാതുപുറം മയ്യപ്പിള്ളി വന്നാരം കരിക്കുട്ടിമാര് പന്തല്ലൂര് വട്ടേരി തമ്പുരാന്റെ മണിയില്ലം കൽപ്പിക്കുന്നു. വെള്ളക്കാളയേർ വാഹനമായി തോറ്റുന്നുണ്ട്. ശ്രീവള്ളിക്കൂരാട്ടം തോറ്റിക്കൊടുത്തു. ഒന്നല്ലോ കാഞ്ഞിരപ്പടിയും തോറ്റിക്കൊടുക്കുമ്പോ അന്നേരത്തെ പൊന്നുണ്ണി വിഷമായ അച്ഛൻ പരമേശ്വരനോടും പറഞ്ഞു, കേട്ടുകൊണ്ടാലും അച്ഛാ പരമേശ്വര, എന്നെ പോലെ പറഞ്ഞ 4 മണേട്ടന്മാർക്ക് അച്ഛന് ഓരോരോ മണിയില്ലങ്ങളൊക്കെ കൽപ്പിച്ചില്ലേ, എനിക്കും ഒരു മണിയില്ലം കൽപ്പിക്കണം. ആഴിനെ കേൾക്കുമ്പോ അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. മകനോട് നിന്ന് അരുളി ചെയ്യുന്ന നേരത്ത് പരമേശ്വരനോടും പറഞ്ഞു, കേട്ടുകൊണ്ടാലും അച്ഛാ എനിക്കും നല്ലൊരു മണിയില്ലങ്ങളും മേലില്ലങ്ങളൊക്കെ തോറ്റി തരിക വേണം. ആയതിനെ കേട്ടറിഞ്ഞു അച്ഛൻ പരമേശ്വരൻ കാട്ടുമാടമ്മന പൊന്നുണ്ണി വിഷമായിട്ട് തോറ്റി കൊടുക്കുമ്പോ അന്നേരം കുന്നത്തുളി അങ്ങാടി കണ്ണൻകാരുടെ കുടിമണ്ണം നിരക്കാകുന്നു പൊന്നുണ്ണി വിഷമായി. അന്നേരമായിരിക്കുന്നു വേഗം തന്നെ അച്ഛൻ പരമേശ്വരനോടും പറഞ്ഞു, കേട്ടുകൊണ്ടാലും അച്ഛാ പരമേശ്വര ഭഗവാനെ എനിക്ക് കയറി പോകുവാനൊരു വാഹനത്തിന് വേഗം തന്നെ തോട്ടി തരിക വേണം അച്ഛാ. ആയതിനെ കൊണ്ട് പറഞ്ഞു, ഞാനായിരിക്കുന്നല്ലോ കാട്ടുമാടമ്മനയോളം നടക്കാമെന്നുണ്ടെങ്കിൽ 900 കാതം വഴിയുണ്ട്. ഓടാമെന്നുണ്ടെങ്കിലോ 400 കാതം വഴിയുണ്ട് അച്ഛാ. ആയതിനെ കൊണ്ട് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. വേഗം തന്നെ ഏറുവാഹനത്തിന് തോറ്റി തരിക വേണമെന്നും പറയുമ്പോ പൊന്നുണ്ണി വിഷുവായോട് പറഞ്ഞു, നിനക്ക് ആനയോ വേണോ പുലിയോ വേണോ നരസിംഹത്തിനെ വേണോ എന്നും പറഞ്ഞു. അന്നേരം പറഞ്ഞു, ആന വേണ്ട, കുതിരയും വേണ്ട, സിംഹം വേണ്ട, എനിക്കണമല്ല, എനിക്ക് വേഗം തന്നെ കയറി പോകുവാൻ ഒരു വട്ടക്കൊമ്പൻ ചോരക്കണ്ണനായുള്ള
മുറിവാലൻ ചമ്മങ്കണ്ണാരെയും ചെറുപോത്തിനെ വേഗം തന്നെ തോട്ടിത്തരിക വേണമെന്നും പറഞ്ഞു. ആയതിനെ കേട്ടറിഞ്ഞു അച്ഛൻ പരമേശ്വരനും പറഞ്ഞു, പൂത്തകളായ പൂത്തകളൊക്കെ മേച്ചിൽ പുറം കയറി പോയി എന്റെ മണ്ണുണ്ണിഷമായി. ആയതിനെ കൊണ്ട് ഏതോ ഒരു വണ്ണം എപ്രകാരം അച്ഛന് മായാഭൂതിനെ തോറ്റിത്തരികാമെന്നും പറഞ്ഞു വേഗം തന്നെ അഞ്ചേ മാനമെന്ന കാളീകരിക്കന്നിലാലെ കൈവഴങ്ങുന്നുണ്ട്. ഇടം കയ്യാലെ വെച്ചു വലം കയ്യാലെ പുറപ്പിച്ചു. അങ്ങേരം വെച്ചത് ഭൂമി എന്നും പടച്ചനാകാശം എന്നും നിലയ്ക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠാ മന്ത്രം ചൊല്ലുന്നുണ്ട്, പ്രാണനെ കൊടുക്കും. ജീവപ്രതിഷ്ഠാ മന്ത്രം ചൊല്ലി ജീവനെ കൊടുക്കുമ്പോ പ്രാണനും പ്രാണാത്മാവും ജീവനും ജീവാത്മാവും ഒന്നുപോലെ 9 പോലെ ഒളി കലർത്തി നാഗാമണി കൊടുക്കും വിലക്കൽ കൊണ്ട് ഞെട്ടാടുക്കനെ കൊടുക്കുമ്പോ നടന്നാലും വെള്ളിക്കുളം പണിഞ്ഞ ആര്യ ചമ്മങ്കണ്ണൻ ചെറുകാലം ചെറുപൂത്ത് പൊന്നുണ്ണി വിഷ്ണുവായുടെ തിരുമുൻപാകെ വന്ന് ചാടി വീഴുന്ന കാലം. കൊണ്ടുവെട്ടുവാനും കുത്തുവാനും ചെല്ലുന്നുണ്ട്. വലമാകെ ചെല്ലുമ്പോ വലങ്കൊമ്പ് കൊണ്ട് വെട്ടുവാനും കുത്തുവാനും ചെല്ലുമ്പോ അന്നേരം പറഞ്ഞു പൊന്നുണ്ണിഷ്ണമായ അല്ലട ആര്യം ചെമ്മങ്കണ്ണൻ ചെറുകാലൻ പോത്തേ, നിന്നെ എനിക്ക് അച്ഛൻ പരമേശ്വരൻ കാട്ടുവാണം പട്ടേല് തമ്പുരാന്റെ മേലില്ലത്തേക്ക് വഴിപോകുവാനുള്ള വാഹനമായി തോറ്റി തന്നതല്ലേ. പിന്നെ നീ എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് എന്നെ വെട്ടുവാനും കുത്തുവാനും വരുന്നത്? ആയത് കേൾക്കുമ്പോ പൊന്നുണ്ണിഷ്ണമാൻ നേരത്ത് പോത്തായിരിക്കുന്നല്ലോ. പൊന്നുണ്ണിഷ്ണമായരികിലോളം ചെന്ന് നിലനിൽക്കുന്ന നേരത്ത് പൊന്നുണ്ണിഷ്ണമായ പോത്തിന്റെ പുറത്തുകൊണ്ട് അയ്യോടക്കം വെട്ടുന്നുണ്ട്. ചക്രത്തിന്റെ മുകളിൽ ചാടി കര കൊണ്ടു അച്ഛൻ പരമേശ്വരന്റെയും പാർവതി മാതാവിന്റെയും അരികിലോളം വഴി ചെല്ലുമ്പോൾ പാർവതി മാതാവിന്റെ വലം കയ്യാലെ അരച്ചാൻ വെടിമുച്ചാൻ വെടിച്ചിലപ്പിട്ട കാഞ്ഞിര കുറുവടികളുമാണ് മുടിവളഞ്ഞാൻ വെടിമൂത്താൻ പോലും തോറ്റി കൊടുത്തു. ആയിരം കൈ വളഞ്ഞി പൊന്നുണ്ണി വിഷ്ണുമായ അച്ഛൻ പരമേശ്വരനോടുമാൻ പാർവതി മാതാവിനോട് മണികളെ ആത്രയും കൈ വളഞ്ഞി കാട്ടുവാണം പട്ടേല് തമ്പുരാന്റെ വേലില്ല നോക്കി വഴിയാലെ വഴി പോകുന്നപ്പോ